ഓക്കെ. അപ്പം നമ്മളാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സെറ്റിന്റെ ഇന്റർസെക്ഷൻ ആയിരുന്നു. ഓക്കെ. അപ്പൊ എന്തായിരുന്നു സെറ്റിന്റെ ഇന്റർസെക്ഷൻ? ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഓക്കെ. അതായത് രണ്ട് സെറ്റ് എന്ന് പറയുന്നത് എസ് ടിയും എസ് ടി ടു എന്ന് പറയുന്ന രണ്ട് സെറ്റാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എസ് ടി എന്ന് പറയുന്ന സെറ്റിനകത്ത് നോക്കി പൈത്തൺ ജാങ്കോ ഡേറ്റ എച്ച് ടി എം എൽ. ഓക്കെ. എസ് ടി ടു എന്ന് പറയുന്ന അടുത്ത സെറ്റിനകത്ത് പൈത്തൺ ജാങ്കോ ജെ എസ് സി എസ് എസ്. അപ്പൊ നമുക്കിവിടെ ഒരു സെറ്റിനകത്ത് ഒരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് വരുന്നില്ല. അതായത് എസ് ടിക്കകത്ത് നമുക്ക് ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ഇല്ല. എസ് ടി ടുവിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ ഇല്ല. ഇൻ കേസ് എസ് ടിക്കകത്തും എസ് ടി ടുവിനകത്തും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കത് ഒരിക്കലും പ്രിന്റ് ആവത്തില്ല. കാരണം അത് സെറ്റ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റനെ നമുക്ക് അലോ ചെയ്യത്തില്ല. ഓക്കെ. അപ്പം ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷൻ നമുക്ക് യൂസ് ചെയ്യും. അതായത് രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു? നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസിനെ കീപ്പ് ചെയ്യും. അതായത് എസ് ടിക്കകത്ത് എസ് ടി ടുവിനകത്തുള്ള കോമൺ ആയിട്ട്, അതായത് എസ് ടി ഡോട്ട് ഇന്റർസെക്ഷൻ ഓഫ് എസ് ടി ടു. ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. അപ്പൊ എന്തിനാണ് ഈ ഇന്റർസെക്ഷൻസ്, ഡിഫറൻസ്, സിമെട്രിക് ഒക്കെ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ കോമൺ ആയിട്ടുള്ള ഡേറ്റാസ് വെറുതെ നമുക്ക് സ്റ്റോർ ചെയ്ത് നമ്മുടെ മെമ്മറി സ്പേസ് ഫുൾ ആക്കേണ്ട കേസില്ല. കാരണം സെറ്റ് എന്ന് പറയുന്ന ഒരു അൺഓർഡഡ് ആണ്. സോ സെറ്റ് ഒരു അൺഓർഡഡ് ആയതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡേറ്റാസിനെ നമുക്ക് എന്താണ്, നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ. അത് മാത്രമല്ല, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ആയെങ്കിൽ, ഇൻ കേസ് സ്റ്റോർ ആയെങ്കിൽ നമുക്ക് എന്താണ്, ഒരിക്കലും അത് നമുക്ക് പ്രിന്റ് ആയി കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യായിരുന്നു. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഡിഫറൻസ്. അതായത് നമ്മൾ ഇന്റർസെക്ഷനും ഉണ്ട്, ഇന്റർസെക്ഷൻ അണ്ടർസ്കോർ അപ്ഡേറ്റും ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്, അതേപോലെ സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ്. അപ്പൊ അപ്ഡേറ്റ് യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു സെറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഇവിടെ നോക്കിയേ, എസ് ടി ത്രീ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിനെ ഈക്വൽ എസ് ടി ടു ഡോട്ട് ഡിഫറൻസ് ഓഫ് എസ് ടി പ്രിന്റ് ഓഫ് എസ് ടി ത്രീ. അതായത് എസ് ടി ടു ഡോട്ട്, നമുക്ക് എസ് ടി ടു എന്നോ എസ് ടി എന്നോ നമുക്ക് കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ എസ് ടി ഡോട്ട് ഡിഫറൻസ് ഓഫ് എസ് ടി ടു എന്ന് കൊടുത്തു, പ്രിന്റ് ഓഫ് എസ് ടി ത്രീ എന്ന് കൊടുത്തു. അപ്പൊ ഇത് നമുക്കിപ്പോ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും നോക്കാം. ഓക്കെ. താഴെ ഒരു കോഡ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ഞാൻ ഒന്ന് കമാൻഡ് ചെയ്യാണ്. ഓക്കെ. റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നോക്കി ഡേറ്റ എച്ച് ടി എം എൽ. അതായത് ഇതിൻ്റെ അകത്തുള്ള കോമൺ ആയിട്ടുള്ള എന്താണ്, ഡേറ്റയും ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയ എന്താണ്, ഡേറ്റയും എച്ച് ടി എമ്മിലും ആണ്. അതായത് ഫസ്റ്റ് സെറ്റിനകത്തുള്ള കോമൺ അല്ലാത്ത ഡേറ്റയാണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഓക്കെ. അപ്പൊ ഇവിടെ എസ് ടി ഉണ്ട്, എസ് ടി ടു എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറൻസ് സിക്കുകയാണ്. അതായത് എസ് ടിന്ന് എസ് ടി ടുവിലോട്ട് നമ്മൾ എന്താണ്, ഡിഫറൻസ് സിക്കുകയാണ്. അതായത് എസ് ടിയും എസ് ടി ടുവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പം എസ് ടിക്കകത്തുള്ള പൈത്തണും ജാങ്കോയും എന്തുണ്ട്, എസ് ടി ടു എന്ന് പറയുന്ന സെറ്റിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ എസ് ടിക്കകത്ത് ഡേറ്റയും എച്ച് ടി എം എന്ന് പറയുന്ന രണ്ട് ഡേറ്റ അല്ലെങ്കിൽ രണ്ട് എലമെന്റ്സ് നമ്മുടെ എസ് ടി ടു എന്ന് പറയുന്ന സെറ്റിനകത്ത് അവൈലബിൾ അല്ല. ഓക്കെ. സോ നമുക്ക് ആ ഫസ്റ്റ് സെറ്റിനകത്തുള്ള ഡേറ്റയാണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കാണും. നോക്കി, ഡേറ്റ എച്ച് ടി എമ്മിൽ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തത്. ഒരിക്കലും ജെ എസും സി എസും കൂടെ നമുക്ക് പ്രിന്റ് ചെയ്തില്ല. കാരണം നമ്മൾ ഡിഫറൻസ് ആണ് ചെയ്യുന്നത്. എസ് ടി ഡോട്ട് ഡിഫറൻസ് ഓഫ് എസ് ടി ടു ആണ്. എസ് ടി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഡേറ്റാസ്. ഓക്കെ. അതായത് കോമൺ അല്ലാത്ത ഡേറ്റ ഏതാണോ അതായിരിക്കും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനാണ് ഡിഫറൻസ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എസ് ടി ഡോട്ട് ഡിഫറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ എസ് ടി ടു ഡോട്ട് ഡിഫറൻസ് എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം നമുക്ക് എന്താണ്, അതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള വാല്യൂസ് ആണ് പൈത്തണും ജാങ്കോ. അതായത് രണ്ടാമത്തെ സെറ്റുമായിട്ട് കോമൺ ഏതാണോ വാല്യൂ. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ സെറ്റിനകത്ത് ജെ എസ് സി എസ് എസ് ഉണ്ട്. സോ അത് നമുക്ക് പ്രിന്റ് ആകത്തില്ല. കാരണം നമ്മൾ എന്താണ് കൊടുത്തത്, എസ് ടി ഡോട്ട് ആണ് കൊടുത്തത്. അതായത് എസ് ടി ഡോട്ട് ഡിഫറൻസ് ഓഫ് എസ് ടി ടു എന്നാണ് കൊടുത്തത്. സോ നമുക്ക് എന്താണ്, എസ് ടിക്കകത്തുള്ള ഇല്ലാത്ത ഡേറ്റാസ് ആണ്, അതായത് കോമൺ ആയിട്ട് അല്ലാത്ത ഡേറ്റയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിഫറൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇന്റർസെക്ഷൻ എന്തായിരുന്നു? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കീപ് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ കീപ്പ് ചെയ്യും. ഓക്കെ. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റാസിനെ നമുക്ക് കീപ്പ് ചെയ്യും. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിനകത്തുള്ളത് കോമൺ അല്ലാത്ത ഡേറ്റാസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ.
അതേപോലെ തന്നെയാണ് എന്ത് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്. ഓക്കെ, എന്താണ് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്? സെയിം തന്നെയാണ്, പക്ഷെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കി സെയിം ഡേറ്റ തന്നെയാണ്. നമുക്കിവിടെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്, സെറ്റിനകത്താണ് നമുക്ക് സെയിം ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് തരുന്നത്. അതായത് ഇന്റർസെക്ഷൻ അണ്ടർസ്കോർ അപ്ഡേറ്റ്. ഓക്കെ, ഇന്റർസെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വേരിയബിൾ നെയിമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇന്റർസെക്ഷൻ അപ്ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സെറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്. ഓക്കെ, ഡിഫറൻസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഒരു വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്യണം. അതേപോലെ തന്നെ അപ്ഡേറ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സെറ്റിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ അപ്ഡേറ്റ് യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അപ്ഡേറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ സെറ്റിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ യൂണിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ നെയിമിന്റെ സപ്പോർട്ടോട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഡേറ്റനെ നമുക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെറ്റിനെ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായില്ലേ. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ എന്ത് സിമെട്രിക് ഡിഫറൻസ്. ഓക്കെ, അപ്പം ഈ സിമെട്രിക് അണ്ടർസ്കോർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഷോ ചെയ്തു. ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് സെറ്റിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള നമുക്ക് എന്താണ് ഡേറ്റാസിനെ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ സിമെട്രിക് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡേറ്റയാണ് നമുക്ക് പ്രിന്റ് ആവുന്നത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റാസിനെ എന്തായി നമുക്ക് അവിടെ ഒഴിവാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡേറ്റാസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി പൈത്തൺ കോമൺ ആണ്, ജാങ്കോ കോമൺ ആണ് അല്ലെ. കോമൺ അല്ലാത്ത ഡേറ്റയാണ് ഡേറ്റ, HTML, JS, CSS എന്ന് പറയുന്ന ഫയൽസ്. ഓക്കെ, അല്ലെങ്കിൽ ആ എലമെന്റ്സ്. അപ്പൊ ആ എലമെന്റ്സിന് മാത്രം നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അതായത് സിമെട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് അവിടെ ഒഴിവാക്കും. അതായത് രണ്ട് സെറ്റിനകത്തുള്ള, ഇപ്പൊ ST ഡോട്ട് ആണ്, അതായത് STക്കകത്തുള്ള ഡേറ്റ സെയിം തന്നെ ST2നകത്ത് അവൈലബിൾ ആണെങ്കിൽ ആ ഡേറ്റാസിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഡേറ്റാസിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അതിനാണ് സിമെട്രിക് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് സിമെട്രിക് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ് നോക്കിയാലോ, സെയിം തന്നെയാണ്. നമുക്ക് എന്ത് വേണ്ട, നമുക്കൊരു വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട കേസ് വരുന്നില്ല. ഓക്കെ, അപ്പം സെറ്റിനകത്ത് മൂന്ന് കാര്യങ്ങളാണ്, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, സിമെട്രിക് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്, ഇന്റർസെക്ഷൻ അണ്ടർസ്കോർ അപ്ഡേറ്റ്, അതേപോലെ ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് പർപ്പസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് എന്താണ്, ഒരു അൺനോഡഡ് ആണ് അല്ലെ. അതേപോലെ തന്നെ കേളി ബ്രാക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഡേറ്റ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് എന്താകത്തില്ല, അതവിടെ അലോ ചെയ്തില്ല. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റയുടെ സ്പേസ് എന്താണ്, അവിടെ ഓൾറെഡി എടുക്കും. ഓക്കെ, അതായത് അവിടെ ഒരു സ്പേസ്, അൺവാണ്ടഡ് സ്പേസ് ആണ് അവിടെ ജനറേറ്റ് ആവുന്നത്. ഇപ്പൊ നമുക്ക് നോക്കി, ഞാൻ ഇതൊന്ന് കമാൻഡ് ചെയ്യാണ്. ഓക്കെ, സോറി, അൺഹൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ST ഈക്വൽ ഒരു സെറ്റ് ഉണ്ട്, ST2 എന്ന് പറയുന്ന അടുത്ത സെറ്റ് ഉണ്ട്. ഇവിടെ പൈത്തൺ എന്ന് പറയുന്ന രണ്ട് ഡേറ്റാസ് ആണ് എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പൈത്തൺ എന്ന് പറയുന്ന രണ്ട് ഡേറ്റാസ് ഞാനിവിടെ റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് STയുടെ ലെങ്ത് എത്രയാണ്, 1 2 3 4 ആണ്. 5 എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് അവിടെ എടുത്തില്ല, കാരണം ലെങ്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സോ നമുക്കിപ്പം ഒരു വാല്യൂ നമ്മൾ കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പൊ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റ അലോ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ചെറിയൊരു മെമ്മറി നമുക്ക് എടുക്കും. ഓക്കെ, ഒരു സ്റ്റോറോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർസെക്ഷനും ഡിഫറൻസും സിമെട്രിക് ഡിഫറൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഒരു അൺഓർഡർ കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് ആണ്. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ അലോ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ലിസ്റ്റിനകത്ത് നമ്മൾ ലെങ്ത് എടുക്കുവാണെങ്കിൽ ലിസ്റ്റ് എന്താണ്, ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് ആണ്. സോ ഡ്യൂപ്ലിക്കേറ്റ്സിനെ അലോ ചെയ്യും. അപ്പൊ എന്താണ്, നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് അവിടെ ആ ലെങ്ത് വരെ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, ലെങ്ത് കാൽക്കുലേറ്റ് ആകുന്നില്ല, പക്ഷെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് വെറുതെ സേവ് ചെയ്യേണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് ആ സെറ്റിനകത്തുള്ള കോമൺ ആയിട്ടുള്ള വാല്യൂസ് പിന്നെയും നമുക്ക് എന്താണ് അടുത്തൊരു സെറ്റിലുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഈ ഒരു മൂന്ന് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്
നമുക്ക് അൺനോഡഡ് ആണ്, കേളി ബ്രാക്കറ്റ് ആണ്, അതേപോലെ കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് ആണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ടൈപ്പ്, ലെങ്ത്, കോപ്പി, ക്ലിയർ, പോപ്പ്, റിമൂവ്, ഡിസ്കാർഡ്, അപ്ഡേറ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, ഇന്റർസെക്ഷൻ അണ്ടർസ്കോർ അപ്ഡേറ്റ്, ഡിഫറൻസ്, ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്, സിമെട്രിക് അണ്ടർസ്കോർ ഡിഫറൻസ്, സിമെട്രിക് അണ്ടർസ്കോർ ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം സെറ്റ് ക്ലിയർ അല്ലേ? നമുക്ക് എന്താണ് കേളി ബ്രാക്കറ്റ് ആണ്. അപ്പൊ സെറ്റിന്റെ ടൈപ്പ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താകത്തുള്ളൂ, സെറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ഒരു ഡേറ്റ ടൈപ്പ് ആണ് എന്ത്? നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഡിക്ഷണറി. അപ്പൊ ഡിക്ഷണറി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് എന്താണ്? കേളി ബ്രാക്കറ്റ് ആണ്. ഡിക്ഷണറിക്കകത്ത് കീ ആൻഡ് വാല്യൂ പെയർ ആണ്. ഓക്കെ, അതായത് ഒരു കീ ആൻഡ് വാല്യൂ പെയർ. അപ്പൊ ഒരു കീ ആൻഡ് വാല്യൂ പെയർ എന്ന് പറയുവാണെങ്കിൽ എന്താണ് കീ ആൻഡ് വാല്യൂ? അപ്പൊ കീനെ വിളിച്ചു കഴിഞ്ഞാൽ കീയിൽ സ്റ്റോർ ചെയ്ത ഡേറ്റയാണ് വാല്യൂവിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, കീ ആൻഡ് വാല്യൂ. അപ്പൊ കീനെ വിളിക്കണം. കീനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വാല്യൂ കിട്ടും. അപ്പം ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ ആൻഡ് വാല്യൂ പെയർ ആണ്, കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് ആണ്, അതേപോലെ തന്നെ കേളി ബ്രാക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെറ്റിനകത്ത് ആദ്യം നമ്മൾ സെറ്റിനകത്ത് ചെക്ക് ചെയ്തായിരുന്നു. ജസ്റ്റ് ഒരു കേളി ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് ടൈപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഡിക്ഷണറി ആണ് അല്ലെ? കാരണം ഡീഫാൾട്ട് ആയിട്ട് എന്താണ്? അതൊരു ഡിക്ഷണറി ആണ്. നോക്കിയേ, ഇപ്പൊ ഞാൻ DIC ഈക്വൽ കേളി ബ്രാക്കറ്റ് പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് DIC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്ലാസ് ഡിക്ഷണറി എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം നമുക്കൊരു ഡിക്ഷണറി നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഡിക്ഷണറി നമുക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് ഡിക്ഷണറി എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ DIC എന്ന് പറയുന്ന എന്റെ വേരിയബിൾ നെയിമാണ് ഈക്വൽ കേളി ബ്രാക്കറ്റിനകത്ത് കീ ആൻഡ് വാല്യൂ. അപ്പം ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ കീ കോളൻ HP എന്ന് പറയുന്നത് എന്താണ്? എന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ കീ ആൻഡ് വാല്യൂ പെയർ എന്ന് പറയുമ്പം കീ എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു നമ്പർ ആവണം എന്നല്ല, അല്ലെങ്കിൽ കീ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും വാല്യൂ എന്ന് പറയുന്ന ഒരു നമ്പർ ആവണം എന്നല്ല. ഓക്കെ, സ്ട്രിങ് ആവാം, ഇൻഡിജർ ആകാം. ഓക്കെ, അപ്പൊ ബ്രാൻഡ് എന്ന് പറയുന്നത് കീ ആണെങ്കിൽ ബ്രാൻഡ് അത് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്താണ്? HP എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, അതേപോലെ തന്നെ കോമ, അടുത്തൊരു പാർട്ട് ഇടുന്നത് എന്താണ്? കോമയാണ്. കോമയിട്ടാണ് നമ്മൾ ഡേറ്റ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൈസ് കോളൻ 1 2 3 4 5. ഓക്കെ, കോമ ലൊക്കേഷൻ കോളൻ കൊച്ചി. ഓക്കെ, അപ്പൊ നോക്കി, ഒരു കീ ആൻഡ് വാല്യൂ പെയർ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് എത്ര ലെങ്ത് ആണ്? സോ നമുക്ക് ഇവിടെ 3 ആണ് കിട്ടുന്നത്. അതായത് പ്രിന്റ് ഓഫ് LEN ഓഫ് DIC. കാരണം എന്താണ് 3? നമ്മുടെ കീ ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡേറ്റയാണ്. 1 2 3, അതായത് കോമ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കീ വാല്യൂ പെയർ ആണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ലെങ്ത് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? 3 ആണ് ഡേറ്റ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഈ കീനെ വിളിച്ചു കഴിഞ്ഞാൽ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ കീനെ ഒന്ന് വിളിച്ചാലോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് കീനെ വിളിക്കുന്നത്? പ്രിന്റ് ഓഫ് DIC ഓഫ് എന്താണ്? ബ്രാൻഡ്. ഓക്കെ, നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? HP എന്ന് പറയുന്ന ഡേറ്റ മാത്രമാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിരുന്നത്. അതായത് HP, കാരണം ഒറ്റ വാല്യൂ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു കീനെ നമുക്ക് വിളിച്ചപ്പോൾ ബ്രാൻഡിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ ആയ HP ആണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് എനിക്ക് വേണം. അതായത് എനിക്കിപ്പോ ഒറ്റ ബ്രാൻഡ് അല്ല. ഓക്കെ, HP എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡ് അല്ല. എനിക്ക് എന്താണ്? മാക്ക്, ഇൻഫിനിക്സ്, ഡെൽ, ഇത്രയും ബ്രാൻഡും കൂടെ എൻ്റെ കമ്പനിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും ബ്രാൻഡൂടെ എനിക്ക് കാണണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ബ്രാൻഡൂടെ യൂസറിന് കാണണം എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് കൊടുക്കണം അല്ലേ? നമുക്കത് എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ആഡ് ചെയ്യണം. അപ്പൊ ബ്രാൻഡ് എന്ന് വിളിക്കും നമുക്ക് എന്തോ കാണണം? എച്ച് പി, ഇൻഫിനിക്സ്, ഡെല്ല്, മാക് എന്ന് പറയുന്ന ഡേറ്റ കാണണം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കിയേ. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, അതായത് ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡേറ്റനെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നോക്കി ഞാനിപ്പോ പ്രിന്റ് ഓഫ് ഡി ഐ സി എന്ന് വിളിച്ചു. നോക്കി ബ്രാൻഡ് എന്ന് പറയുന്നത് എന്റെ എച്ച് പി, ഡെല്ല്, ലെനോവോ, ഇൻഫിനിക്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഇത്രയും ഡേറ്റനെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ടാണ്? ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു ഡേറ്റനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, പ്രിന്റ് ഓഫ് ഡി ഐ സി ഓഫ് ബ്രാൻഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് നമുക്ക് ലിസ്റ്റിലാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ലെനോവോ എന്ന് പറയുന്ന ഒരു ഡേറ്റനെ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫിനിക്സ് എന്ന് പറയുന്ന ഡേറ്റനെ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാരണം ഇത് ലിസ്റ്റ് ആണ് അല്ലെ? ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡെക്സ് വാല്യൂനെ യൂസ് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് വാല്യൂനെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തത്? എൽ ഐ ഓഫ് ഇൻഡെക്സ് വാല്യൂ 0 മുതലാണ് നമുക്ക് കൗണ്ട് ചെയ്തത്. 0, 1, 2, 3, 4, 5 അല്ലെ? അപ്പൊ ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ ഇവിടെ 2 കൊടുക്കുകയാണ്. ഓക്കെ, അതായത് 0, 1, 2 റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നോക്കിയേ, ലെനോവോ മാത്രമായിട്ട് എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ പറ്റും. അതായത് ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഒരു കീ ആണ്. കീനെ വിളിച്ചപ്പം എനിക്ക് എന്റെ വാല്യൂസ് എല്ലാം കിട്ടി. ആ വാല്യൂന്ന് ഒരു യൂസർ എന്താണ്? ലെനോവോ മാത്രമാണ് എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ലെനോവോ മാത്രമായിട്ട് എന്ത് ചെയ്യും? ആ യൂസർ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. കാരണം ലിസ്റ്റിലായതുകൊണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ടപ്പിളിൽ കൊടുക്കാം. ടപ്പിൾ എന്താണ്? നോർമൽ ബ്രാക്കറ്റ് ആണ്. ടപ്പിളിൽ കൊടുത്താലും ഇറ്റ്സ് വർക്കിംഗ് അല്ലേ? കാരണം എന്താണ്? ടപ്പിൾ ഇൻഡെക്സ് വാല്യൂ ആക്സസ് ചെയ്യും അല്ലേ? ടപ്പിൾ ഇൻഡെക്സ് വാല്യൂനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലേ? അപ്പം ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലിസ്റ്റ് ആണെങ്കിലും ടപ്പിൾ ആണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ടപ്പിൾ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല, കാരണം ടപ്പിൾ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ്. സോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ്? ഒരിക്കലും നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അതിൽ അപ്പൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അടുത്ത ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഏതാണ്? സെറ്റ് അല്ലെ? 2 കേളി ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? സെറ്റ് ആയിട്ട് മാറും. പക്ഷെ സെറ്റ് നമുക്ക് കൊടുക്കുമ്പോൾ ലെനോവോ മാത്രമായിട്ട് നമുക്ക് പ്രിന്റ് ആകാൻ പറ്റുമോ? ഇല്ല, അതൊരു ടൈപ്പ് എറർ ആണ്. കാരണം ഒരിക്കലും സെറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡെക്സ് വാല്യൂനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എന്താണ്? സെറ്റ് ഒരു അൺഓർഡർഡ് ആണ്. സോ നമുക്കിപ്പോ ഡെൽ എച്ച് പി ഇൻഫിനിക്സ് ഒന്ന് കണ്ടോ, ലെനോവോ ഡെൽ എച്ച് പി ഇൻഫിനിക്സ് എന്ന് പറഞ്ഞു. എപ്പോഴും ഒരു അൺഓർഡർഡ് ആയിട്ടാണ് നമ്മുടെ ഡേറ്റയോട് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊടുക്കാം. സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇൻ കേസ് നമുക്കൊരു വാല്യൂവിനെ നമുക്ക് പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആക്സസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെയുള്ള എല്ലാ ഡേറ്റാസും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ്, ഇപ്പൊ കളർ മൾട്ടിപ്പിൾ ഉണ്ടാവും അല്ലെ? റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റിനകത്ത് കൊടുക്കാം. അപ്പൊ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് അത് കോൾ ചെയ്താണ്, നോക്കണ്ട. ഓക്കെ, ഓക്കെ. അപ്പം ഇത് നമുക്ക് മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റ് അത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മള് നമ്മുടെ ലിസ്റ്റില്, ടപ്പിളില്, അതേപോലെ തന്നെ സെറ്റില്, നമ്മുടെ സ്ട്രിങ്ങില് എല്ലാത്തിനും ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഫോർ ലൂപ്പ്? ലൂപ്പ് അല്ലെ? ഓരോ വാല്യൂനെയും ഐട്രേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ്
ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ ഡേറ്റയും നമുക്ക് എടുത്തെടുത്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. ഇവിടെ നമുക്ക് ഡിക്ഷണറിക്കകത്ത് നമുക്ക് ഫോർ ലൂപ്പ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഞാനിവിടെ ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഫോർ ഡേറ്റ ഇൻ ഡി ഐ സി പ്രിന്റ് ഓഫ് ഡേറ്റ. അപ്പൊ ഫോർ ഡേറ്റ ഇൻ ഡി ഐ സി പ്രിന്റ് ഓഫ് ഡേറ്റ, യെസ്, നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഫോർ ഐ ഇൻ എൽ ഐ പ്രിന്റ് ഓഫ് ഐ അല്ലേ. ഇവിടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ചെയ്യുക, നമുക്ക് ഇതിന്റെ ബ്രാൻഡ്, പ്രൈസ്, ഇമെയിൽ. എന്താണ് ഈ ബ്രാൻഡ്, പ്രൈസ്, ഇമെയിൽ? നമ്മുടെ കീ ആണ്. അപ്പൊ ഡിക്ഷണറിയിൽ നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്മൾ ഡേറ്റാസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്രിന്റ് ആയി വരുന്ന എന്താണ്, അതിൻ്റെ അകത്തുള്ള കീ ആണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, കീ ആണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് അല്ലേ. അപ്പം എനിക്ക് വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ ഇത് കമന്റ് ചെയ്യാണ്. ഞാനിവിടെ നോക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കീ മാത്രമാണ് കിട്ടുന്നത് അല്ലേ. ഞാനിവിടെ ഡോട്ട് വാല്യൂസ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്യാം. നോക്കി, നമുക്ക് കീ മാറിയിട്ട് എല്ലാ വാല്യൂസ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, കീ മാറിയിട്ട് നമുക്ക് എന്താണ്, എല്ലാത്തിൻ്റെയും വാല്യൂസ് എന്നാണ് നമുക്ക് ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, അപ്പൊ എനിക്കിനിപ്പം കീ ഒന്നുകൂടെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഡീഫാൾട്ട് ആയിട്ട് ഡോട്ട് ഡി ഐ സി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഡോട്ട് കീസ് എന്ന് കൊടുത്താലും നമുക്ക് കീ മാത്രമായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. അതായത് ഡി ഐ സി ഡോട്ട് കീസ്, ഡി ഐ സി ഡോട്ട് വാല്യൂസ്, ഡി ഐ സി ഡോട്ട് ഐറ്റംസ്. കാരണം ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു കീ ആൻഡ് വാല്യൂ റിലേഷൻഷിപ്പ് ആണ്. സോ അത് അതിന്റെ കീനെയും വാല്യൂനെയും വിളിച്ചാൽ മാത്രമേ ആ ഡേറ്റ കാണത്തുള്ളൂ. കീനെ വിളിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടും. ഫോർ ഡേറ്റ ഇൻ ഡി ഐ സി ഡോട്ട് കീസ് എന്ന് കൊടുത്തപ്പോൾ നമ്മൾ കീ കിട്ടി. അപ്പം എനിക്കിനിയിപ്പം രണ്ടും കാണണം, അതായത് കീ ആൻഡ് വാല്യൂ ആയിട്ട് കാണണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ഡേറ്റ ഇൻ ഡി ഐ സി ഡോട്ട് ഐറ്റംസ് കോളൻ പ്രിന്റ് ഓഫ് ഡേറ്റ. അപ്പൊ ഇവിടെ നോക്കി, നമുക്ക് ഔട്ട്പുട്ട് ഇടുന്നത് നമുക്കൊരു ടപ്പിളിലാണ് കിട്ടുന്നത്. അതായത് കീയും കിട്ടി, വാല്യൂ കിട്ടി. ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ടപ്പിളിലാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഡിക്ഷണറി കീ ആൻഡ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്താവണം, കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതല്ലെങ്കിൽ ഡേറ്റ കോമ എ ബി സി, രണ്ട് വേരിയബിളിനെയും, ഇത് കീ, ഇത് വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ കോമ എ ബി സി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, ബ്രാൻഡ് അതിന്റെ വാല്യൂ, പ്രൈസ് അതിന്റെ വാല്യൂ, ഇമെയിൽ അതിന്റെ വാല്യൂ, എല്ലാം കീ ആൻഡ് വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. സോ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു കീ ആൻഡ് വാല്യൂ പെയർ ആണ്. സോ നമുക്ക് കീനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി ഫോർ ലൂപ്പിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കീ വാല്യൂനെ നമുക്ക് കോൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. കേളി ബ്രാക്കറ്റ് ആണ്, കീ ആൻഡ് വാല്യൂ പെയർ ആണ്. അപ്പൊ നമുക്ക് ലിസ്റ്റിനെ ഒരിക്കലും നമുക്ക് ഡിക്ഷണറിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ലിസ്റ്റിനകത്ത് എല്ലാം നമ്മൾ ഓരോ ഡേറ്റയാണ്, സെറ്റിനകത്ത് എല്ലാം ഓരോ ഡേറ്റയാണ്, ടപ്പിളിനകത്ത് എല്ലാം ഓരോ ഡേറ്റയാണ്. ഡിക്ഷണറിയിൽ എന്ത് ചെയ്യാം, കീ ആൻഡ് വാല്യൂ ആവണം. അല്ലെങ്കിൽ രണ്ട് ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, ഡിക്ഷണറിയിലോട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഡിക്ഷണറി എന്ന് പറയുന്നത് കീ ആൻഡ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കീ വാല്യൂ പെയർ ആയിട്ട് തന്നെ നമുക്ക് എഴുതണം. കീനെ കോൾ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് വാല്യൂ കാണണമെങ്കിൽ വാല്യൂ, കീ കാണണമെങ്കിൽ കീ, അതേപോലെ തന്നെ ഐറ്റംസ് കാണണമെങ്കിൽ ഡോട്ട് ഐറ്റംസ്. അതായത് കീ വാല്യൂ കാണണമെങ്കിൽ ഡോട്ട് ഐറ്റംസ്. ഓക്കെ.